ടാറ്റോ പതിച്ചതിന്റെ പേരിൽ ഭക്തർക്കു ദർശനം നിഷേധിച്ച സംഭവത്തിൽ ഗുരുവായൂർ ദേവസ്വം വീണ്ടും വിവാദത്തിൽ. പാവറട്ടി ചെമ്പിപ്പറമ്പിൽ നിന്നുള്ള സച്ചിനും ഭാര്യയ്ക്കും ദേവസ്വം ജീവനക്കാർ ദർശനം നിഷേധിച്ച സംഭവമാണ് ഗുരുവായൂർ ദേവസ്വത്തിന്റെ പ്രവർത്തന രീതിക്കെതിരെ കടുത്ത വിമർശനങ്ങൾക്ക് ഇടയാക്കിയിരിക്കുന്നത്. ഇന്നലെ രാവിലെയാണ് സച്ചിൻ ഭാര്യയോടൊപ്പം ഗുരുവായൂർ ക്ഷേത്രത്തിൽ ദർശനത്തിനായി എത്തിയത്. 1000 രൂപ നൽകി സ്പെഷ്യൽ ദർശന പാസ് വാങ്ങിയിട്ടും നാലമ്പലത്തിനകത്ത് പ്രവേശിക്കാൻ ശ്രമിച്ചപ്പോൾ ദേവസ്വം ജീവനക്കാർ തടയുകയായിരുന്നു. വലത് കൈയിൽ കുരിശിന്റെ ചിത്രം ടാറ്റുവായി പതിച്ചിട്ടുണ്ടെന്ന കാരണമാണ് പ്രവേശനം നിഷേധിക്കാൻ ജീവനക്കാർ മുന്നോട്ട് വെച്ചതെന്നാണ് പരാതി. രാവിലെ ദർശനത്തിനായിട്ട് സ്പെഷ്യൽ ടോക്കൺ നിവേദ്യത്തിന്റെ നിലവിളക്കിന്റെ സ്പെഷ്യൽ ദർശനത്തിന്റെ ടോക്കൺ 1000 രൂപയുടെ ടിക്കറ്റ് എടുത്തിട്ടാണ് ഞാനും എൻ്റെ വൈഫും കൂടിയിട്ട് അമ്പലത്തിൽ കയറിയത്. ടിക്കറ്റ് എടുത്തു, അമ്പലത്തിന്റെ ഉള്ളിൽ കയറി. ഞങ്ങൾ നാലമ്പലത്തിലേക്ക് അടക്കാനുള്ള ക്യൂവിൽ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ദേവസ്വത്തിലെ ആൾക്കാർ വന്നിട്ട് 4-5 ഫാമിലിനെ ലൈനിന്റെ ഇടയിൽ കയറ്റി. അപ്പൊ കയറ്റിയപ്പോൾ ഞാനത് ചോദിച്ചു, എന്തിനാ ബാക്കിൽ ഞങ്ങളിപ്പോൾ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഞാൻ കയറ്റിയത് ഞങ്ങൾ വെയിറ്റ് ചെയ്യല്ലേ എന്ന് പറഞ്ഞ് ചോദിച്ചപ്പോൾ അതിന് പ്രതികരിച്ചപ്പോൾ ഇടയിലെ ആൾക്കാർ കയറ്റുന്ന പ്രതികരിച്ചപ്പോഴാണ് ദേവസ്വത്തിലെ ആള് എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞത്. അയാൾ വന്നിട്ട് പറഞ്ഞു ടാറ്റു കൊണ്ട് ദർശനത്തിന് കയറ്റാൻ പറ്റില്ല എന്നുള്ളത്. അയാൾ എന്നിട്ട് വേറൊരു ദേവസ്വത്തിലെ ഓഫീസറായിട്ട് വന്നിട്ട് വീണ്ടും ആ ഓഫീസർ വന്നിട്ട് ഭയങ്കര പ്രശ്നം ഉണ്ടാക്കി. കുരിശുള്ള കാരണം എന്തായാലും കയറ്റാൻ സമ്മതിക്കില്ല. ഭക്തരുടെ മതസ്വാതന്ത്ര്യത്തെയും വ്യക്തിഗത അവകാശങ്ങളെയും ലംഘിക്കുന്ന നടപടിയാണ് ദേവസ്വത്തിന്റെ ഭാഗത്തു നിന്നുണ്ടായതെന്ന് സച്ചിൻ ആരോപിച്ചു. ടാറ്റു ഉണ്ടെന്ന കാരണത്താൽ മാത്രം ദർശനം നിഷേധിച്ചതിൽ യാതൊരു നിയമസാധുതയുമില്ലെന്നും ഇത് ഗുരുവായൂർ ദേവസ്വത്തിന്റെ അതിക്രമമാണെന്നുമാണ് ആരോപണം. സംഭവത്തിൽ ദേവസ്വം ജീവനക്കാർക്കെതിരെ നടപടി ആവശ്യപ്പെട്ട് സച്ചിൻ ദേവസ്വം മന്ത്രിക്കും ഗുരുവായൂർ ദേവസ്വം ചെയർമാനും പരാതി നൽകി. കൂടാതെ സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനും ദേവസ്വം അഡ്മിനിസ്ട്രേറ്റർക്കും പരാതി സമർപ്പിച്ചിട്ടുണ്ട്. സംഭവം പുറത്തു വന്നതോടെ ഗുരുവായൂർ ദേവസ്വത്തിന്റെ വിവേചനപരമായ സമീപനത്തിനെതിരെ സമൂഹ മാധ്യമങ്ങളിൽ ശക്തമായ പ്രതിഷേധമാണ് ഉയരുന്നത്. ആധുനിക സമൂഹത്തിൽ ഭക്തരുടെ വേഷം, ടാറ്റു, വ്യക്തിപരമായ അടയാളങ്ങൾ എന്നിവ ചൂണ്ടിക്കാട്ടി ദർശനം നിഷേധിക്കുന്നത് അംഗീകരിക്കാനാവില്ലെന്ന വിമർശനവും ശക്തമാണ്. അതേസമയം ഗുരുവായൂർ ദേവസ്വത്തിന്റെ ഭാഗത്തുനിന്ന് ഇതുവരെ ഔദ്യോഗിക വിശദീകരണം പുറത്തു വന്നിട്ടില്ല. ZEDCO ന്യൂസ്, ഗുരുവായൂർ.